ജൂലൈ 16-നുണ്ടായ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ഇനിയും കണ്ടുകിട്ടാനുള്ള 3 പേർ മലയാളി ലോറി ഡ്രൈവർ അർജുൻ, ഈ നാട്ടുകാരായ ജഗന്നാഥ്, ലോകേഷ്, ഈ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഏറ്റവും സജീവമായൊരു ദിവസമാണ് ഇന്ന് ഗംഗാവലി പുഴയിൽ നടന്നത്. ഇന്ന് ഈശ്വർ മൽപ്പെ എന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ സംഘം, ഒപ്പം നാവികസേനയും ഇന്ന് ഡൈവ് ചെയ്യാൻ ഇന്ന് ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങി. തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, ആടിയൊഴുക്ക് കുറവായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. പക്ഷേ അവിടെയും വഴിമുട്ടിയത് കൂടുതൽ ആഴത്തിലേക്ക് പോയി ഈ ട്രക്ക് കണ്ടെത്താൻ, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രക്ക് കണ്ടെത്തുകയാണ്. ആ ട്രക്ക് കണ്ടെത്താൻ ഈ മുങ്ങൽ വിദഗ്ധർക്ക് കഴിഞ്ഞില്ല. അതിന് മുകളിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, മണ്ണും പാറയും മറ്റു മരങ്ങളും എല്ലാം. അതുകൊണ്ട് ആഴത്തിലേക്ക് പോയി ഈ ട്രക്ക് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് ചില വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ളതാണ്. അത് സിഗ്നലുകൾ നേരത്തെ കിട്ടിയ സ്ഥലങ്ങളിലല്ല, മറിച്ച് ഒരു ചായക്കട ഉണ്ടായിരുന്നു ഇവിടെ ലക്ഷ്മൺ നായിക്കിൻ്റെ. അതിന് പുറകുവശത്ത് നദിയുടെ ഭാഗത്ത് ഏതാണ്ട് 40 മീറ്റർ അകലെ ഉള്ള സ്ഥലത്ത് നിന്നാണ് കയർ, അതായത് അർജുൻ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന